ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽ പെപ്പർ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇതിന് 3 ഗ്ലാസ് ജീരകശാല റൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കൻ, 2 വലിയ തക്കാളി വലുതായി അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, വെളുത്തുള്ളി, മല്ലിയില, 1 നാരങ്ങ ചെറുനാരങ്ങ, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ബിരിയാണി മസാല, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഞാൻ ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ ഒരു പാത്രം എടുത്തിരിക്കുന്നു. 2 സ്പൂൺ മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ബിരിയാണി മസാല, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഒരു ഹാഫ് ചെറുനാരങ്ങ നീര്. ഞാൻ ഹാഫ് ചെറുനാരങ്ങ നീരാണ്. നന്നായി മിക്സ് ചെയ്യുക. വെള്ളമൊഴിക്കുക, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വീണ്ടും മിക്സ് ചെയ്യുക. ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളമൊഴിക്കുക. ഇപ്പം നമ്മളെ ബാറ്റർ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഓരോരോ പീസായി നമുക്കിതിലേക്ക് ഇടാം. നമ്മളെല്ലാ ചിക്കനും ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായി മിക്സ് ചെയ്ത് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുകയാണ്. എല്ലാ പീസിലും നല്ല ബാറ്റർ പിടിക്കുന്ന രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്ത് നമുക്കിതിനെ വെക്കാം, മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പാൻ ചൂടായി, അതിൽ എണ്ണ ഒഴിക്കുകയാണ്. ഇതിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോരോ പീസായി നമുക്കിതിലേക്ക് ഇടാം. ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്ന വലിയ പീസായിട്ടാണ്. നമ്മളിപ്പോൾ ചിക്കൻ എല്ലാ പീസും നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടിരിക്കുന്നത് ഇപ്പോൾ ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതേ പാനിലാണ് നമ്മൾ സവാള വഴറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിക്കൻ പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഞാൻ വേറെ കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നില്ല. ഇതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ സവാള വഴറ്റി മസാല കൂട്ടി തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടാം. 3 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല തിന്നായിട്ട് ഞാൻ മുറിച്ചിട്ടുള്ള സവാളയാണ്. അതുകൊണ്ട് തന്നെ വഴറ്റി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മളെ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇടാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. ഇതിനെ നന്നായി നമുക്ക് യോജിപ്പിക്കാം. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായി ബാറ്റർ നന്നായി മസാലയിൽ പിടിച്ചിരിക്കുന്നുണ്ട്. തക്കാളിയിൽ നിന്നുള്ള വെള്ളമെല്ലാം വറ്റി വന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ മസാല ചേർക്കാം. ഇതിൽ ഞാൻ ഗരം മസാല 1 സ്പൂൺ, ബിരിയാണി മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായി വഴറ്റാം. ഇതിൽ ഓൾറെഡി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത മസാല ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മസാല ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഇതിൽ ഉപ്പും മസാലയ്ക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിലൊക്കെ ഉപ്പ് ഞങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ ഉപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. മസാലയ്ക്ക് പാകമായ ഉപ്പ് നമുക്ക് ഇടാം.
ഇനി നമ്മൾ ഇതിനെ നന്നായി യോജിപ്പിക്കാം. ഇതിൽ ഞാൻ ഇടുന്നത് മല്ലി ഇലയാണ്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലിട്ട് നമ്മൾ മസാല തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. മസാല റെഡിയാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത് നമ്മളത് സ്റ്റൗ ഓണാക്കി നമ്മളിപ്പോൾ പാനിലാണ് അതിൽ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഇരിക്കുന്നത് 1 സ്പൂൺ നെയ്യാണ്. ഞാൻ കൂടുതൽ നെയ്യ് ഒരു ഫ്ലേവറിന് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ നെയ്യ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് സ്പൈസസ് ഇടാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 ബേ ലീഫാണ്, 2 പട്ട, 5 ഗ്രാമ്പു, 5 ഏലക്ക. ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 കപ്പ് റൈസാണ്. അതിന് പാകത്തിന് ഞാൻ 6 കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൈസ് എണ്ണയിൽ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇച്ചിരിയും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം നമ്മൾ ഇതിനെ നന്നായി മിക്സ് ചെയ്ത് വേകാൻ അനുവദിക്കുക. അപ്പം നമ്മൾ റൈസിന് നല്ല ചൂടായിട്ടുണ്ട്. ഇത് നമുക്കിനി മൂടി വെച്ച് വേകാൻ അനുവദിക്കാം. ഇപ്പം നമ്മൾ റൈസൊക്കെ നല്ല തിളച്ച് വരികയാണ്. ഇപ്പോൾ റൈസ് റെഡിയാണ്. ഇനി നമുക്ക് ദമ്മിടാം. ഞാൻ 1/2 പോസ് റൈസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ദമ്മിടാൻ ആരംഭിക്കാം. ഇത് 1/2 റൈസാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് പാല്, റോസ് വാട്ടർ, കളർ മിക്സ് ചെയ്ത വെള്ളമാണ്. ഇതിൽ ഞാൻ എടുക്കുന്നത് മല്ലിയില, ബിരിയാണി മസാല. ഇനി ഞാൻ മസാല കൂട്ട് ഇതിൻ്റെ മുകളിൽ ഇടാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുകയാണ്. ഇനി 1/2 പോർഷൻ റൈസ് ഞാൻ ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് ഇടാൻ പോവുകയാണ്. ഇതിനെ നന്നായി മിക്സ് ആക്കുക. ഇപ്പം നമ്മൾ 1/2 പോർഷൻ റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇത് 4 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. അതിൻ്റെ അളവാണ് 3 കപ്പ് റൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ കളർ, ബിരിയാണി മസാല, മല്ലിയില എന്നിവ തൂക്കി അലങ്കരിക്കാം. ഇനി ഇതിനെ ചെറിയ ഫ്ലെയിമിൽ ഞാൻ 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റീം ചെയ്യാണ്. ചെറിയ തീയിലാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.